അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മാത്രമല്ല അക്കാദമിക് രംഗത്തും വെറ്ററിനറി സർവകലാശാലയെ ആഗോളതലത്തിലേക്ക് ഉയർത്തണമെന്നും അതിനെ സർക്കാരിന്റെ പിന്തുണയും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന പ്ലാൻ RIDF പദ്ധതികളിൽ ഉൾപ്പെടുത്തി കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ സജ്ജമാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മുഖ്യ അതിഥിയായിരുന്നു. മേയർ MK വർഗീസ്, KVASU വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ, രജിസ്ട്രാർ ഡോക്ടർ P സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. റഫറൽ അനറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി, ലേഡീസ് ഹോസ്റ്റൽ എന്നിവയ്ക്ക് പുറമെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയവും ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവയുടെ എല്ലാം ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ആരോഗ്യരംഗത്ത് മികവുറ്റ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് കേരളം. പക്ഷേ നാം ഇപ്പോഴും ചില വൈഷമ്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സാംക്രമിക രോഗങ്ങളുടെ ആധിക്യം. സാംക്രമിക രോഗങ്ങളിൽ ഒരു നല്ല പങ്ക് ജന്തുജന്യ രോഗങ്ങളാണ്. അതിനെ മറികടക്കുന്നതിനാണ് നമ്മൾ വൺ ഹെൽത്ത് പോളിസി നടപ്പാക്കിയിട്ടുള്ളത്. തീർച്ചയായും മാറും ഈ സംവിധാനം. 32 കോടി രൂപ ഇതിന് ചെലവഴിച്ച കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 45,000 ചതുരശ്രടി വിസ്തീർണമുള്ള ലാബോറട്ടറിയാണ് ഒരുങ്ങിയിട്ടുള്ളത്. ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ ഇത്തരം മേഖലകളിൽ ഗവേഷണങ്ങളും പരിശോധനകളും നടത്താൻ ഈ ലാബോറട്ടറി ഉതകും.